ഇന്ന് നമ്മുടെ നാട്ടിലെ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ ഉത്സവമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് അമ്പലങ്ങളും കാവുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉത്സവ സീസണും തെയ്യ സീസണൊക്കെ ആയാൽ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അമ്പലങ്ങളിലും കാവുകളിലൊക്കെ തെയ്യത്തിനും ഉത്സവത്തിനും പോകാനേ നേരം ഉണ്ടാവുള്ളൂ. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഉത്സവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ പുറത്തും അകത്തും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെയോ ആണ് ഉള്ളിലേക്ക് ഒന്ന് എത്തിപ്പെട്ടത്. നമ്മളവിടെ കുറേ സമയം ഉത്സവം കണ്ടു. ഒരു ഉത്സവത്തിന് പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഉത്സവമൊക്കെ കണ്ട് നല്ല പുറത്തിറങ്ങി. അപ്പോഴേക്ക് ഭക്ഷണത്തിന് വലിയൊരു ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ക്യൂ നിന്ന് അങ്ങനെ ഭക്ഷണം നമുക്ക് കിട്ടാറായി. ഇവിടെ എത്തുമ്പോൾ ഭക്ഷണത്തിന് പ്ലേറ്റ് കൊടുക്കുക നമ്മൾ റഷീദും ദേവൂട്ടിൻ്റെയും സ്കൂൾ മേറ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. പിന്നെ ഭക്ഷണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല ഭക്ഷണമായിരുന്നു. ഒരുപാട് കറികളൊക്കെ ഉണ്ട്. ഇവിടെ ഭക്ഷണം വിളമ്പാൻ നിന്ന് ചേച്ചിമാരായിരുന്നു നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറിയത്. എല്ലാവരെയും സന്തോഷത്തോടെയാണ് അവർ സ്വീകരിച്ചത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും ഗാനമേള കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ കസേരയിൽ അവിടെ ഇരുന്ന് ഗാനമേള തുടക്കത്തിൽ ഒരു പാട്ടൊക്കെ നല്ല പാട്ടായി നമുക്ക് തോന്നി. പിന്നീട് നമുക്കെന്തോ വലിയ നല്ല രീതിയിലായിട്ട് തോന്നിയിട്ടില്ല. ഗായകരൊക്കെ കുഴപ്പമില്ലാത്ത ഗായകരൊക്കെ തന്നെ, എന്താണെന്നറിയില്ല. ഇതിനു മുന്നേ നമ്മൾ ഇതിലും നല്ല ഗാനമേളകൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണെന്നും അറിയില്ല, ഞങ്ങൾക്കെന്തോ അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും നമ്മൾ 2-3 പാട്ടൊക്കെ കണ്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ ബോറടി തോന്നിയപ്പോൾ നമ്മൾ മെല്ലെ വീട്ടിലേക്ക് വിടാൻ നോക്കി. ഐസ്ക്രീമിന് വേണ്ടി നേരത്തെ ഒരാൾ ബഹളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പോകുമ്പോൾ വാങ്ങിത്തരാമെന്നുള്ള ഒറ്റ കണ്ടീഷനിലാണ് ഇങ്ങനെ മടിയിൽ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഓക്കെ, ബൈ ബൈ.